യെസ് LOP. സർ, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ കാര്യങ്ങൾ വളരെ അവ്യക്തതയോടുകൂടിയാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 25 വർഷത്തേക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 4 രൂപ 29 പൈസയ്ക്കാണ് 25 വർഷത്തേക്കുള്ള വൈദ്യുതി കരാറുണ്ടാക്കിയത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 7 വർഷം തുടർച്ചയായിട്ട് അതേ റേറ്റിൽ വൈദ്യുതി വാങ്ങിച്ചു. ഇപ്പോൾ റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതോറിറ്റിയിൽ ആരൊക്കെയാണ്? നേരത്തെ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന ശ്രീ MM മണി, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, CPM-ൻ്റെ അവിടുത്തെ സംഘടനയുടെ പ്രസിഡൻ്റായിരുന്ന ആൾ, ഇവരൊക്കെയാണ് റെഗുലേറ്ററി അതോറിറ്റിയിൽ. ഇവരിത് റദ്ദാക്കിയിട്ട് സാർ 4 രൂപ 29 പൈസയ്ക്ക് 25 കൊല്ലത്തേക്ക് മേടിക്കാനുള്ള വൈദ്യുതി മാറ്റിയിട്ട് ഇപ്പോൾ വാങ്ങിച്ചത് 8 രൂപ മുതൽ 14 രൂപ 30 പൈസ വരെ ഒരു യൂണിറ്റ് വൈദ്യുതിക്കാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 15-20 കോടി രൂപ വൈദ്യുതി ബോർഡ് നഷ്ടത്തിൽ പോകുന്നു. നേരത്തെ 1000 കോടി രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന് 45,000 കോടി രൂപയുടെ നഷ്ടമായി വർദ്ധിച്ച് അത് മുഴുവൻ പാവപ്പെട്ടവരുടെ തലയിൽ വൈദ്യുതി ചാർജായിട്ട് കെട്ടിവെച്ച് 7,500 കോടി രൂപ ഈടാക്കുന്നത് ശരിയാണോ സാർ? മിനിസ്റ്റർ അല്ല സർ, താങ്കൾ പറഞ്ഞത് മുഴുവൻ ശരിയല്ല. അത് സാങ്കേതികമായി അവിടെ ടെൻഡറില്ലാതെ വിളിച്ചു പറഞ്ഞിട്ടാണ് അത് റദ്ദ് ചെയ്തത്. അല്ലാതെ സാങ്കേതികമായുള്ള പ്രശ്നം കൊണ്ടാണ്. അതിനെതിരായി അപ്പീൽ പോയി. അപ്പീൽ ഇപ്പോൾ സർക്കാർ തന്നെ അത് നഷ്ടമാണെന്നുള്ള നിലയ്ക്ക് സുപ്രീം കോടതി വരെ പോയി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം എന്താ? ഞാൻ പറഞ്ഞതിലൊരു വ്യത്യസ്തത അതിലില്ല. യഥാർത്ഥത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരം വേണ്ടൊരു കാര്യമായിരുന്നു ഇത്. റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരം ഇല്ലാതെയാണ് നേരത്തെ 2011-16 കാലത്തെ സർക്കാർ ഈ കാര്യത്തിൽ ഉത്തരവിട്ടത്. ആ ഉത്തരവ് പ്രകാരം വൈദ്യുതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കരാറിൽ തന്നെ അതിൻ്റെ മറ്റ് സാങ്കേതിക വിഷയങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം നമ്മൾ തമ്മിലില്ല. അത് കരാറിൽ തന്നെ സ്വാഭാവികമായിട്ടും എതിർക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അതിലേക്കൊന്നും പോയില്ല. കാരണം ഈ വൈദ്യുതി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വൈദ്യുതി നമുക്ക് ആവശ്യമാണ്. അത് ഒഴിവാക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങളെടുത്തത്. പക്ഷേ റെഗുലേറ്ററി കമ്മീഷനാണല്ലോ. ആ കമ്മീഷൻ ഇത് റദ്ദ് ചെയ്യുന്ന നിലയെടുത്തു. അത് അംഗീകരിക്കുകയല്ല സർക്കാർ ചെയ്തത്. അതിനെതിരെ നിലപാടെടുത്തു. സർക്കാർ തന്നെ, മന്ത്രിസഭ തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുത്തു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ നിയമ പോരാട്ടത്തിലുമാണ്.